അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. പ്രവാസികളുടെ ഇതുപോലുള്ള മരണങ്ങളാണ് നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്നത്. ഒരു പ്രവാസ ജീവിതം നയിക്കുന്നത് അവർക്ക് നാളേക്ക് സമ്പാദിക്കാനോ പണത്തിനോടുള്ള ആർത്തി മോതിട്ടോ അല്ല. അവരുടെ കുടുംബത്തെ ജീവിപ്പിക്കാൻ, അവരുടെ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ സ്വയം ജീവിതം അങ്ങ് ബലിയാടാക്കുകയാണ്. ഇന്ന് ഓരോ പ്രവാസിയും ജീവിച്ചു പോകുന്നത് അവരുടെ കുടുംബത്തിൻ്റെ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടാണ്. അവരുദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു പുഞ്ചിരി, നമ്മുടെ ആ ഒരു സന്തോഷം. അതാണ് അവരുടെ സന്തോഷവും ആനന്ദവും. ഇന്ന് ഓരോ പ്രവാസിയുടെയും കൂടപ്പിറപ്പ് ടെൻഷനുകളാണ്. സ്വയം ആരോഗ്യം നോക്കാതെ നമുക്ക് വേണ്ടി ആടുപോലെ ജോലി ചെയ്ത് അവസാനം അറ്റാക്കായി മരണപ്പെടുക. ഇങ്ങനെ എത്ര പ്രവാസികളാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്? അമിതമായുള്ള ഉത്കണ്ഠ, ആശങ്ക, ഉറക്കമില്ലായ്മ, സമയത്തിന് ഭക്ഷണമില്ലായ്മ, ഇതൊക്കെയാണ് പ്രവാസികളുടെ അറ്റാക്ക് മരണത്തിന് കാരണമായി വരുന്നത്. മരണം എന്നുള്ളത് പടച്ചറബിൻ്റെ വിധി തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം. അതിനുള്ള ബുദ്ധിയും ശക്തിയും ഒക്കെ പടച്ചറബ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ചോയ്സാണ്. പ്രവാസികൾക്ക് നമുക്ക് നൽകാൻ പറ്റുന്നത് ഒത്തിരി സന്തോഷമാണ്, ഒത്തിരി സന്തോഷമുള്ള വാക്കുകളാണ്. അത്രമാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. നാടും വീടും വിട്ട്, നാട്ടുകാരെയും വിട്ട് എവിടെയോ അവർ ജീവിക്കുകയാണ്. അവരുടെ ആരോഗ്യം നോക്കുന്നില്ല. ആരോഗ്യം നോക്കാത്ത അവരുടെ ആരോഗ്യം നമ്മളാണ് നോക്കേണ്ടത്. ഇന്ന് പല പ്രവാസികൾക്കും ജീവിതവുമില്ല, ജീവനുമില്ലാതായിരിക്കുകയാണ്. ദിവസം തോറും എത്രയെത്ര പ്രവാസികളെയാണ് അങ്ങനെ പെട്ടിയിലാക്കി നാട്ടിലേക്ക് എത്തിക്കുന്നത്. പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. എല്ലാ പ്രവാസികൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇതും. ഉച്ചഭക്ഷണത്തിന് ശേഷം താമസ സ്ഥലത്ത് ഉറങ്ങുന്നതിനിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് കാഞ്ഞിരപ്പള്ളി ചോറ്റി സ്വദേശി സൗദി അറേബ്യയിൽ വെച്ച് മരണപ്പെട്ടു. നിലവിൽ പാറത്തോട് സ്ഥിര താമസക്കാരനുമായ പുതുപ്പറമ്പിൽ ഷാവുൽ ഹമീദാണ് റിയാദിന് സമീപമുള്ള അൽ ഖർജ് മേഖലയിലെ ദിലത്തിൽ മരണപ്പെട്ടത്. 50 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഇദ്ദേഹത്തിന് ഉറക്കത്തിനിടെ അസ്വസ്ഥത അനുഭവപ്പെട്ട ഉടനെ തന്നെ ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, മരണപ്പെട്ടു. ചോറ്റി പുതുപ്പറമ്പിൽ മുഹമ്മദ് നസീമ ദമ്പതികളുടെ മകനാണ് മരണപ്പെട്ട ഷാഹുൽ ഹമീദ്. കഴിഞ്ഞ 2 വർഷങ്ങളായി സൗദി അറേബ്യയിൽ പ്രവാസിയായിരുന്നു. ഷാഹുൽ ഹമീദ് കോവിഡ് കാലത്തായിരുന്നു പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയത്. എന്നാൽ 1 വർഷം മുമ്പാണ് പുതിയ വിസയിൽ വീണ്ടും സൗദിയിൽ തിരിച്ചെത്തുകയും അവിടെ ഒരു പച്ചക്കറി വിപണന മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഒരു പ്രവാസി നാട്ടിൽ വന്നാലും അവർക്കിവിടെ നിക്കപ്പൊറുതി ഉണ്ടാവില്ല. വീണ്ടും ചെല്ലും അങ്ങോട്ട് തന്നെ. അവർക്കും വേണ്ട ഒരു ജീവനും ജീവിതവും ഒക്കെ. അവരെ പിന്നെ അങ്ങ് പറഞ്ഞയക്കരുത്. അവരും ജീവിക്കട്ടെ എന്ന് നമ്മുടെ കൂടെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഉച്ചഭക്ഷണത്തിന് ശേഷം കുഴഞ്ഞു വീഴുകയും ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്തു. ഇതാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം. ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നാടും നാട്ടുകാരും കുടുംബവും കാത്തു നിൽക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മയ്യത്തിന് വേണ്ടി. ഇതാണ് ഓരോ പ്രവാസിയുടെയും വിധി. പടച്ചറബ് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. പ്രവാസികളുടെ കുടുംബത്തിന് ഇസ്സത്തും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേ യാ അല്ലാഹ്. മയ്യത്ത് നിയമ നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണിവിടെ. പടച്ചറബ് അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. അർഹമുറാഹിമായ റബ്ബെ, പടച്ചറബ്ബെ, ഷാഹുൽ ഹമീദ് എന്ന ഈ ഒരു പ്രവാസി നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. അവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ. അവരുടെ ഖബർ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബെ. സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം ഹറാമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചറബ്ബെ, കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. ആ കുടുംബത്തിൻ്റെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. അവരെ ആരുടെ മുന്നിലും തല കുനിപ്പിക്കല്ലേ റബ്ബെ. പ്രവാസിയുടെ കുടുംബമാണ് റബ്ബെ. ആ കുടുംബത്തിന് നീ ഇസ്സത്തും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. അവരുടെ കുടുംബത്തിന് ബർക്കത്തും ഇസ്സത്തും നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബെ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ.
ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.